വരൂ കൂട്ടുകാരെ, മോക്ടെയിൽ റെഡിയാണ്. ഈ യോട് വളരെ വില കൂടുതലാണല്ലോ, പിന്നെങ്ങനെ വാങ്ങിയത്? അതെ, ജിമ്മിൽ നിന്ന് ഇത്ര അധികം പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. സംശയമുണ്ടോ? അതെ ഭായ്, ഒരു ഷേക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ട്രെയിനർ ആയിരുന്നു. മരുഭൂമിയിൽ എങ്ങനെ യാർഡ് ഓടിക്കാൻ കഴിയാ? കഴുതേ, ദുബായിൽ സമുദ്രവും ഉണ്ട്. സംശയമുണ്ടോ? ഓഹോ, മതിയാക്ക, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ജോർദാർ സ്പെഷ്യൽ മോക്ടെയിൽ കഴിക്ക. ഇതെന്താണ്? അതെ ഭായ്, ഡോൾഫിൻസ് അറ്റാക്ക് ചെയ്യുകയാണ്. എല്ലാവരും ജീവൻ രക്ഷിച്ചോളൂ. പക്ഷേ ഡോൾഫിൻസ് എല്ലാം വളരെ ശാന്ത സ്വഭാവക്കാരാണ്. എടാ രക്ഷിക്കേ, ഞാനിപ്പോ സമുദ്രത്തിനകത്തേക്ക് വീഴും. എന്റെ ഭായ്, ഞാനൊരു പോപ്പെട്ടെന്ന് മറന്നോ? വേഗം പറക്കാൻ നോക്ക. അതെ, പേടിയിൽ ഞാൻ എപ്പോഴും ഈ കാര്യം മറന്നുപോകും. കൊച്ചളിയാ, ഞാനിപ്പോ വീഴും, രക്ഷിക്കേ. ഹണി, ഞാനിതാ എത്തിപ്പോയി. ഇവർ നമ്മളെ വെറുതെ വിടില്ല. ഹണി, ഓടിക്കോ. വെള്ളത്തിലൂടെ എങ്ങനെ ഓടാൻ കഴിയ കൊച്ചളിയാ? എടാ, ഞാൻ പറഞ്ഞത് നീന്താനാ. നീന്തിക്കോ. വാ, നമുക്ക് ആ ഗുഹയിൽ പോയി ഒളിക്കാം. ഹണി, അവറ്റകള് പോയെന്നാ തോന്നുന്നത്. വാ, പുറത്തു പോവാ. കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കളിക്കാം, ഇവര് കണ്ടുപിടിക്കട്ടെ. കഴുതേ, നമ്മളിവിടെ ഒളിച്ചു കളിക്കല്ല. ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യാണ്. പുറത്തു കയറിക്കോ. അവര് പുറകെ വരുന്നുണ്ട്. പേടിക്കില്ല, ഞാൻ സ്വിമ്മിംഗ് ചാമ്പ്യനാണ്. ഇവൾ ചെയ്തത് ഒട്ടും തന്നെ ശരിയല്ല. ശത്രുക്കളെ ഒരിക്കലും സഹായിക്കാൻ പാടില്ല.
താങ്ക് യു വെരി മച്ച്. പിന്നെ സോറി, എനിക്ക് നിങ്ങളുടെ പേരെന്താന്ന് അറിയില്ല. എന്റെ പേര് പ്രിറ്റി എന്നാണ്. എല്ലാ ഡോൾഫിൻസും പ്രിറ്റി തന്നെയാണ്. ഓ, അതെയോ? എങ്കിൽ എന്നെ ഇതിനെല്ലാരും പ്രിറ്റി എന്ന് വിളിക്കുന്നത്. ബാക്കി എല്ലാവരെയും സ്വീറ്റി, സാലോ, മാരി എന്നാണ് വിളിക്കുന്നത്. അതെയോ? ആ, അമ്മയാണ് സത്യം. എന്നെ മാത്രമാണ് പ്രിറ്റി എന്ന് വിളിക്കുന്നത്. സത്യം. ഓ ഗോഡ്. ഹണി ഒന്ന് നിർത്ത. ഇതെന്താ നിന്റെ പെങ്ങളാ? എന്ത്? ഇതെന്റെ പെങ്ങളാണോ? ആ, നീ എന്നെ പെങ്ങളെന്ന് വിളിച്ചോ? ആ, ഞാൻ നിന്റെ പെങ്ങളാണോ? നിങ്ങൾ രണ്ടുപേരും പറയുമ്പോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ആട്ടെ, നിന്റെ പേരെന്താ പെങ്ങളെ? ആ, ഞാൻ പ്രിറ്റിയാണ്. നീ പ്രിറ്റി തന്നെയാ. അല്ലേ, അവളുടെ പേരാണ് പ്രീറ്റി. നിനക്കെന്താ ഒരു കാര്യം മനസ്സിലാവാത്തത്? അപ്പോൾ നീ എന്റെ ചേട്ടനാണ്. എല്ലാവരും പറയുന്നത് എനിക്ക് ഒന്നും തന്നെ അറിയില്ലെന്നാണ്. ചേട്ടന്മാരെ, ചേച്ചികളെ, ഞങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ്. ആട്ടെ പ്രീറ്റി, ഡോൾഫിൻസ് ശാന്തരാണല്ലോ. പിന്നെ എങ്ങനെ അവർ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നത്? അത് നിങ്ങൾ അവരെ പിടിക്കാൻ വന്നതാണെന്ന് കരുതിയിട്ടുണ്ടാകും. അത് ശരി. ആദ്യം കരുതിയത് ഇതിനൊക്കെ കാരണം ഞാനായിരിക്കുന്നതാണ്. കാരണം ഞാൻ സമുദ്രത്തിൽ കുറച്ച് ചവറ് വലിച്ചെറിഞ്ഞു. അല്ല, അവര് കാരണമാണ് ഇവർ ഇങ്ങനെയായി പോയത്. അതാരാ? വൃത്തികെട്ട കുറെ മനുഷ്യരാണ് സമുദ്രത്തിനകത്ത് ഇറങ്ങി ഡോൾഫിൻസിനെ പിടിക്കുന്നത്. പക്ഷെ വൃത്തികെട്ട ഒരു സമുദ്രത്തിൽ ഇറങ്ങിയ ശുദ്ധമാവേണ്ടതാണല്ലോ. പിന്നെ എങ്ങനെയാ പ്രശ്നമാവുന്നത്? പിന്നെ എന്തിനാ അവരെ വൃത്തികെട്ടവരെന്ന് പറയുന്നത്? ഒരുപക്ഷെ പറയുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും പെങ്ങളെ. അവർ ചെയ്യുന്നതെല്ലാം വൃത്തികെട്ട പണിയാണ്. അതുകൊണ്ടാണ് അവരെ വൃത്തികെട്ട ജനങ്ങൾ എന്ന് പറയുന്നത്. ആട്ടെ, ഇവരൊക്കെ ആരാണ്? നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ഉടൻ തന്നെ എടുത്തുകൊള്ളൂ. എന്നാൽ ജോലി വൃത്തിയായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 6 വേണം. എന്റെ അടുത്ത് ഇപ്പോ 2 കിലോ മാത്രമേ ഉള്ളൂ. തൽക്കാലം അതെടുത്തു. അതിന് ഞാൻ വാഴപ്പഴമല്ല ചോദിച്ചത്. എനിക്ക് 6 ഡോൾഫിൻസ് ആണ് വേണ്ടത്. ഡോൾഫിൻസിന്റെ ഓർഡർ പൂർത്തിയാക്കണം. എന്റെ ഡെമല്ലോ. എടോ, ഡെമല്ലോ അല്ല, ടിമല്ലോ. ടിമല്ലോ എന്നാണ് എന്റെ പേര്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്റെ ചക്കരെ, ഈ ഡോൾഫിൻസ് എങ്ങനെയാ നിനക്ക് ഓർഡർ തരുന്നത്? അങ്ങനെ തന്നാലും നിനക്ക് എങ്ങനെയാ ഇതൊക്കെ മനസ്സിലാകുന്നത്? എടോ, ഡോൾഫിൻസിന് എങ്ങനെയാണ് ഓർഡർ തരാൻ കഴിയുക? എന്റെ ചക്കരെ, ആ ചോദ്യം തന്നെയല്ലേ ഞാനിപ്പോ നിന്നോട് ചോദിച്ചത്. ഇപ്പൊ അതേ ചോദ്യം തന്നെ നീ എന്നോട് ചോദിച്ചാലോ? ഓ എന്റെ ദൈവമേ! എടോ, ഡോൾഫിൻസിനെ സപ്ലൈ ചെയ്യാൻ ഓർഡർ കിട്ടിയിരിക്കുന്നേ. അവർക്ക് പ്രൗഢി കാണിക്കാൻ വേണ്ടിയും കൂടാതെ കുട്ടികളോടൊപ്പം കളിക്കുവാനും വീട്ടിൽ ഡോൾഫിൻസിനെ വളർത്തുവാണ്. ഇവന്മാരെന്തായാലും ആള് കൊള്ളാമല്ലോ. വിദേശ രാജ്യങ്ങളിലെ പിള്ളേരുടെ വിനോദം അടിപൊളി തന്നെ. നമ്മുടെ നാട്ടിലെ പിള്ളേർക്കാണെങ്കിൽ ഗോലി, കുട്ടിയും കോല് ഇതൊക്കെ മാത്രമേ അറിയൂ. നീ കുറച്ചു നേരം ഒന്ന് സംസാരിക്കാതിരിക്കെ. തല പൊട്ടുന്നു. ഞാൻ എന്ത് ചോദിച്ചോ അത് ഉടനെ എത്തിക്കാൻ നോക്ക്. നാളെ എനിക്ക് 6 ഡോൾഫിൻസിനെ കിട്ടിയിരിക്കണം. സാറേ, എക്സ്ക്യൂസ് വേണ്ട, എനിക്ക് റിസൾട്ട് മാത്രം മതി. ഞാൻ പറഞ്ഞേക്കാം, അത് ഡോൾഫിൻസ് ആണ്, അല്ലാതെ ഓംലെറ്റ് അല്ല. താൻ ചോദിക്കുമ്പോ 8-10 കൊണ്ട് തരാനായിട്ട്. തന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഞാൻ പോകാം. ഡോൾഫിൻസിനെ എങ്ങനെ അനായാസമായിട്ട് പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എങ്ങോട്ടാ പോകുന്നേ? ഇപ്പൊ ലഞ്ച് ടൈമാ. ഇൻസ്പെക്ടർ പാണ്ഡയുടെ അടുത്ത് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഇൻസ്പെക്ടർ പാണ്ഡ. ഇൻസ്പെക്ടർ പാണ്ഡ, ഡോൾഫിൻസ് വലിയ പ്രശ്നത്തിലാണ്. ഇത് ഡോൾഫിൻസ് അല്ല, പൊരിച്ച മീനാണ്. സാറേ, ഞങ്ങൾ സമുദ്രത്തിൽ ജീവിക്കുന്ന ഡോൾഫിനെ കുറിച്ചാണ് പറയുന്നത്. സംശയമുണ്ടോ? സർ, ഇപ്പോൾ ചിലർ സമുദ്രത്തിൽ ഡോൾഫിൻസിനെ പിടിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് കേൾവിക്കുറവുണ്ടെന്നാണ്. ആരോ ചിലർ സമുദ്രത്തിൽ വന്ന് ഡോൾഫിൻസിനെ പിടിക്കുകയാണ്. ഇത് തെറ്റാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അവർ ഡോൾഫിൻസിനെ പിടിക്കുകയാണ്. കഴുതേ, പതുക്കെ പറഞ്ഞ പോരെ, എനിക്കെന്താ ചെവി കേട്ടൂടെ? അതിനുവേണ്ടി ഞാൻ സോറി പറയാം. ഇത് നിയമവിരുദ്ധമാണ്. എന്ത്? ഡോൾഫിൻസിനെ സഹായിക്കുന്നതോ? അല്ല, അവന്മാരെ പിടിക്കണം. ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കും. എന്നാ സാറിപ്പോ
കസേരയിൽ ഇരിക്കുകയാണല്ലോ. എടാ കഴുതേ, അദ്ദേഹം പറഞ്ഞത് ഈ പ്രശ്നത്തിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ്. അതെ, അവരെ പിടിച്ച് തീർച്ചയായും ഞാൻ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും. അവരെന്നും വെളുപ്പിനാണ് ഡോൾഫിൻസിനെ പിടിക്കാൻ വേണ്ടി വരുന്നത്. ഞങ്ങൾ തോത്താറാമിന്റെ യാർഡിനകത്തുണ്ടാവും. അങ്ങ് കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചേരണം. ഓക്കെ, നാളെ എന്റെ പോലീസ് ടീമിനോടൊപ്പം യാർഡിൽ വന്ന് നിങ്ങളെ കാണാം. എടാ, ഈ ഇൻസ്പെക്ടർ പാണ്ട ഇത്ര സമയമായിട്ടും ടീമുമായി ഇങ്ങ് എത്തിയില്ലല്ലോ. നമ്മളിപ്പോ ഉള്ളത് ഉൾക്കടലില്ല. അദ്ദേഹം നീന്തി എത്താനായിട്ട് ഒരുപാട് സമയം പിടിക്കും. അദ്ദേഹം എന്തിനാടാ നീന്തി വരുന്നത്? നീന്തിയല്ലേ മതിയാവൂ, അല്ലെങ്കിൽ അദ്ദേഹം വെള്ളത്തിൽ മുങ്ങിപ്പോവില്ലേ? അതെ ഭായ്, അവരുടെ കയ്യിൽ മോട്ടോർ ബോട്ടാണുള്ളത്. ഓ അത് ശരി, വെള്ളത്തിൽ മോട്ടോർ ബോട്ടിനെയും തള്ളിക്കൊണ്ട് വരികയായിരിക്കും. അതാണ് ഇത്രയും സമയം എടുക്കുന്നത്. അവരെത്തി. എവിടെയാ ഇൻസ്പെക്ടർ പാണ്ഡെ? ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. വേട്ടക്കാരുടെ കാര്യമാണ് അവൾ പറഞ്ഞത്. വേഗം വാ, നമുക്ക് പോയി അവരെന്തായാലും പിടിക്കാം. എന്റെ ഭായ്, ഞാനൊരു കാര്യം മറന്നു. നമ്മളാരും മത്സ്യങ്ങളല്ല, പിന്നെ എങ്ങനെയാണ് വെള്ളത്തിൽ നമ്മൾ ശ്വാസം വിടുക? ഐഡിയ, ഈ ഗുളിക വെച്ച് ദേ നോക്ക്, ഈ ഗുളിക കന്നാ സാറിന്റെ മുത്തശ്ശൻ ഉണ്ടാക്കിയതാണ്. ഇത് കഴിച്ചാൽ മണിക്കൂറുകളോളം നമുക്ക് വെള്ളത്തിനകത്ത് ഇരിക്കാൻ സാധിക്കും. അപ്പൊ ഗുളിക കഴിക്കുന്നു, ഉടൻ തന്നെ വെള്ളത്തിൽ പോകുന്നു. അങ്ങോട്ട് നോക്കി പോകുന്നു. എന്റെ അമ്മോ, കണ്ടോ എന്തുമാത്രം ഡോൾഫിൻസ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഏത് ഡോൾഫിൻസാ വേണ്ടതെന്ന് വെച്ചാ താൻ ഉടനെ തന്നെ എന്നോട് പറഞ്ഞേ പറ്റൂ. ഏതെങ്കിലും മൂന്നെണ്ണത്തിന് പിടിക്കേ. അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഏത് മൂന്നെണ്ണം എന്ന് പറ. റൈറ്റിലെ മൂന്നെണ്ണമാണോ, ലെഫ്റ്റിലെ മൂന്നെണ്ണമാണോ, അതോ പുറകിലത്തെ മൂന്നെണ്ണോ? എടാ, ഏതെങ്കിലും മൂന്നെണ്ണത്തിനെ ഒന്ന് പിടിക്കേ. താൻ എന്നെ വട്ടുപിടിപ്പിക്കാതെ വേഗം ഒന്ന് പിടിക്കേ. എടാ പിള്ളേരെ, വളരെ സൂക്ഷിച്ച് മൂന്നെണ്ണത്തിനെ പിടിക്ക. നാലെണ്ണത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരെണ്ണത്തിനെ പുറത്ത് വിട്ടേക്കണം. തന്നെ പോലൊരു മണ്ടനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല. അതാ നിൽക്കുന്നു. ഇന്ന് അവർ രക്ഷപ്പെടാനേ പാടില്ല. ഓഹോ, അല്ല എന്താ ഇത്? എനിക്ക് ഡോഗിയും പൂച്ചയും തത്തമ്മയും ഒക്കെ വെള്ളത്തിലൂടെ നീന്തി വരുന്ന പോലെ തോന്നുന്നു. അവര് സ്കൂബ ഡൈനിങ് ചെയ്യാൻ വന്നതായിരിക്കും. താൻ ഡോൾഫിൻസിനെ പിടിക്കാൻ നോക്ക്.
എടാ തേജ, ഇവറ്റകൾ നമ്മുടെ ആൾക്കാരെ ആക്രമിക്കാൻ നോക്കുകയാണ്. അറ്റാക്ക്! ഹണി ബോധം കെട്ടു. ജോർദാറെ, അവനെ നോക്കിക്കോ. രക്ഷപ്പെട്ടോ? അവരുടെ അടുത്ത് ആപത്തായ ആയുധങ്ങളുണ്ട്. അവരെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. വേഗം വാ, അവരെ പോയി അന്വേഷിക്കാം. എന്റെ കൂട്ടുകാരെ ആക്രമിക്കുന്നു. ഞാൻ വെറുതെ വിടില്ല. വാവ്, ഡോൾഫിൻ പിടിക്ക്, അവരെ വെറുതെ വിടരുത്. അതോ പുറകിലത്തെ മൂന്നെണ്ണോ? അവന്മാരെ വിട്ടേക്ക്. അതാ ഡോൾഫിൻ, അതിനെ പിടിക്കാം. അവര് പ്രിറ്റിയെ പിടിക്കാൻ പോകുന്നു. നമുക്ക് ഹണിയെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. പ്രിറ്റി, അവളെ ആരെങ്കിലും രക്ഷിക്ക. പ്രിറ്റി, അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അയ്യോ പാവം. എടോ ഡിമല്ലോ, അത് നമ്മളോട് സഹായം ചോദിക്കുക. വാ, നമുക്ക് അതിനെ പോയി സഹായിക്കാം. താനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? സഹായിക്കാൻ പറ്റില്ല, നമുക്കതിനെ പിടികൂടണം. സഹായിക്കൂ. ഞങ്ങൾ റെഡിയാണ്. എന്റെ പാണ്ഡ സാറേ, ഇപ്പൊ റെഡി ആയിട്ട് എന്താ കാര്യം? അവന്മാര് ഞങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കി പോയി. സംശയമുണ്ടോ? ഞങ്ങൾ നിങ്ങളെ അന്വേഷിക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എത്ര നേരത്തെ എത്തിയെന്ന് നിങ്ങൾ കണ്ടില്ലേ? അതെ അതെ, എന്തിനാ ഇത്ര നേരത്തെ എത്തിയത്? 2-3 ദിവസം കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ നന്നായേനെ. സോറി, ഈ ബോട്ടുകാരൻ ഞങ്ങളെ വേറെ ദിശയിലേക്ക് കൊണ്ടുപോയി. തിരിച്ചു വരാൻ വേണ്ടി കുറച്ചധികം സമയമെടുത്തു. ഇൻസ്പെക്ടർ പാണ്ഡ, അവർ ആപത്തായ ആൾക്കാരാണ്. കൂടാതെ അവരുടെ കയ്യിൽ ആപത്തായ ആയുധങ്ങളുമുണ്ട്. അവർ പ്രിറ്റിയെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. അവരെന്റെ പെങ്ങളെ പിടിച്ചോണ്ട് പോയെന്നോ? അവരെ ഞാൻ വെറുതെ വിടില്ല. ഇത്രയും വലിയ സമുദ്രത്തിൽ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? അവർ ഈസ്റ്റിലേക്കാണ് പോയിരിക്കുന്നത്. പോവുകയും ചെയ്തു. നമുക്ക് ഉടൻ തന്നെ പോയി പ്രിറ്റിയെ അന്വേഷിക്കാം. വേഗം വാ.
ഹണി മണ്ടത്തരം പറയരുത്. ഇത്രയും വലിയ സമുദ്രത്തിൽ അവരെ കണ്ടെത്തുക അസാധ്യമാണ്. സംശയമുണ്ടോ? അതെ ഭായ്, അവരുടെ കയ്യിൽ സബ്മറീൻ ഉണ്ട്. അതുകൊണ്ട് അവർ സമുദ്രത്തിന്റെ അടിയിൽ എവിടെയെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് അവരെ കണ്ടെത്തുക വളരെ പ്രയാസമാണ്. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. സ്നേഹമുള്ളവളാ പ്രിറ്റി. നിങ്ങൾ വന്നില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോവാ. എന്റെ പെങ്ങളെ ഞാൻ പോയി രക്ഷിക്കാം. ഹണി ബണ്ണി, നീ എന്റെ കൊച്ചളിയനല്ലേടാ. പ്രിറ്റി എന്റെ പെങ്ങളാണെന്ന് മനസ്സിലാക്ക്. അവളെ നമ്മളാണ് രക്ഷിക്കേണ്ടത്. നീ എന്താ എന്നോടൊപ്പം വരില്ലേ? പോകാം ഹണി. നമുക്ക് തീർച്ചയായും പ്രിറ്റിയെ കണ്ടെത്തിയേ മതിയാകൂ. ഒരു ഡോൾഫിനോട് ഇത്രയും സ്നേഹം കാണിക്കുന്നവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കും അവൾ എന്റെ പെങ്ങളെ പോലെയാ. സംശയമുണ്ടോ? ഞാനും നിങ്ങളോടൊപ്പം വരാം. അതെ ഭായ്, പോവുകയാണെങ്കിൽ എല്ലാവർക്കും പോകാം. നോക്ക്, സുഹൃത്താണെങ്കിൽ എന്ന് സുഹൃത്തായിരിക്കണം. നിങ്ങൾ എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ശരിയെന്നാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പെറ്റി അന്വേഷിക്കാം. എന്നാൽ വെള്ളത്തിനടിയിൽ എങ്ങനെയാണ് ശ്വാസം കിട്ടുക? ഞങ്ങൾ കന്നാസാലിന്റെ മുത്തച്ഛന്റെ ഗുളിക കഴിച്ചിരുന്നു. അതുകൊണ്ട് കുറെ മണിക്കൂർ വെള്ളത്തിനടിയിലിരിക്കാം. എന്നാൽ ആ ഗുളിക എനിക്കെന്താ? ഞാനും കൂടെ വരാം. ഗുളിക തീർന്നു പോയി. അങ്ങ് ഇവിടെ ഇരുന്നാൽ മതി. ഞങ്ങൾ പോയി കണ്ടുപിടിച്ചോണ്ട് വരാം. നീ എത്ര സുന്ദരിയാണ് മീൻകുട്ടി. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? ഓട്ടോ ബൈയുടെ പെർമിഷൻ ഇല്ലാതെ എങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇടിച്ചു നേരത്തെ ഞാൻ ഇങ്ങനെ നോക്കണം സാർ. സാറെന്ന് വിളിച്ച് ഒരുപാട് ഇൻസൾട്ട് ചെയ്യരുതേ. എന്റെ അടുത്ത് കളിച്ചാൽ കളി കാര്യമാവും. ഏത് കളിയാ കാര്യാവുന്നേ? വട്ടം പൂച്ചേ, ഈ ഏരിയയുടെ അണ്ണനാണ് ഞാൻ. എന്റെ പേര് ഓട്ടോ ബായ്. ഇടിച്ചു നേരത്തെ ഞാൻ. അതെ ബായ്, ഈ ഓട്ടോയെ ഞാൻ പഞ്ചറാക്കി തരാം. അയ്യാ, വിളിച്ചു എന്റെ ചക്കരെ. സമയത്തിന് എന്തായാലും നീ എത്തിച്ചേർന്നു. ആരെങ്കിലും ഓട്ടോ ബൈയെ തുടരണമെന്നുണ്ടെങ്കിൽ അതെന്നെ മറികടന്നിട്ടേ കഴിയൂ. നോക്കുന്നു. ഇടിച്ചവരെ ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞങ്ങൾ നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ വന്നതല്ല. ഞങ്ങളുടെ കൂട്ടുകാരി പ്രിറ്റിയെ അന്വേഷിച്ച് വന്നതാണ്. യോ, വാട്ട്സ് അപ്പ് പ്രിറ്റി? യു മീൻ നമ്മുടെ ഡോൾഫിൻ പ്രിറ്റി? അതെ, അവളെന്റെ പെങ്ങളാണ്. അവളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. എടാ, അവളെന്റെ ബന്ധുവും കൂടിയാണ്. അവളെ ആരാടാ കിഡ്നാപ്പ് ചെയ്തത്? വിടില്ല ഞാൻ. അത് ചെയ്തത് ചില ദുഷ്ടന്മാരാണ്. അവരെവിടെയാ? ബായി ഇടിച്ച് പപ്പടമാക്കും. അവരെവിടെയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞങ്ങളെ തന്നെ പപ്പടമാക്കുമായിരുന്നല്ലോ. അവന്മാരെവിടെ പോയാലും ശരി, അവന്മാരെ ഞാൻ വെറുതെ വിടുകയില്ല. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ വന്നേക്കാം. പോലോ അല്ലേ? പോകാം. യോ യോ, ഹേ ചക്കരേ, എന്താ നിന്റെ പ്രശ്നം? ചക്കരെന്ന് പറയുന്നു. എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതെ, നീ ഒരുപാട് ചൂടാവരുതേ. പിന്നെ ചട്ടി കിടന്ന് ചൂടാവേണ്ടി വരും. അതൊക്കെ പോട്ടെ, ഇവരാരോ?
ഞാൻ ബണി, ഇവൻ ഹണി, ഇത് പോപ്പട്ട്, ഇത് സോദർ, ഇത് തോത്താറാം. ഞാൻ ഓട്ടോ ബോയ്, ഇത് മുഞ്ഞി മാനേജർ, ഇത് മദനാമ, ഇത് യോയോ തവള. യോ യോ 4 ബോട്ടിൽ ജ്യൂസ് കുടിച്ചു. ഡയറ്റിലങ്ങാനിപ്പോ. എടാ തവളക്കുട്ടാ, നീ ആവശ്യമില്ലാതെ പ്രോഗ്രാം നടത്തല്ലേ. എല്ലാരും ഇവിടെ ടെൻഷനില്ല, ചിലപ്പോ ഇടിച്ചു നടക്കും. ദാ നോക്കൂ, വേഗം പോവാം, പ്രീറ്റി ആപത്തിലാണ്. എടാ ഞങ്ങക്ക് സ്വന്തമായിട്ട് ട്രാൻസ്പോർട്ടിംഗ് ഉള്ളതാ, നമുക്ക് സുഖമായിട്ട് അതില് പോകാന്നേ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വേണ്ടി പണിയെടുക്കാൻ വന്നതാ. വാ വാ, ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ട്രാൻസ്പോർട്ടിംഗ് നടത്തുന്നത്. വേഗം കയറി ഇരിക്കുന്നേ. ആ മടിക്കാതെ വേഗം കയറി ഇരിക്കുക. അതെ വേഗം വിട്ടോ, വളരെ അത്യാവശ്യമാ. കൊള്ളാം, വെയിൽ ലോബ്സ്റ്ററിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. സംഭവം കൊള്ളാം. ശരി എന്നാ പോവാം പോവാം. ജെല്ലി ഫിഷ്, എന്തായാലും ഒരു സെൽഫി എടുത്തേക്കാം. മിണ്ടാതിരിക്കുകയാണീ. അതെന്താണ്? ഷാർക്സ്, ഓടിക്കോ, രക്ഷപ്പെട്ടോ ഷാർക്സ്. പേടിക്കണ്ടെന്നേ, ഓട്ടോബായി നമ്മുടെ ഉണ്ടല്ലോ, ഇടിച്ച് നിരത്തും അദ്ദേഹം. അതെ കൂട്ടുകാരെ, ഇത് ഷാർക്കാണ്, ഷാർക്ക്. എന്റെ കളിയൊന്നും ഇതിന്റെ അടുത്ത് ചിലവാകൂല. എന്നാൽ വെയിൽ നമ്മുടെ പക്കലുണ്ടല്ലോ, സംശയമുണ്ടോ? 4 ഷാർക്കുമായിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പേടിയാകുന്നു. എന്റെ ബായ് കുറച്ച് തടി കൂടുതലായി പോയി. എന്റെ പഞ്ചൊന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല. എന്റെ അമ്മച്ചി, അയ്യോ. എന്റെ അടുത്താണോ കളി? തോത്താറാം, ഇവറ്റകളെ ബുദ്ധി ഉപയോഗിച്ച് തോൽപ്പിക്കാൻ കഴിയൂ. ഐഡിയ. അതിന് വേഗം കെട്ടിയിടുക. അടിപൊളി, ഇനി നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, സംശയമുണ്ടോ? ഇനി എങ്ങനെ എന്നെ തിന്നാൻ കഴിയും? നമുക്ക് തിന്നാൻ കഴിഞ്ഞില്ല, എന്താ പ്രശ്നം? തിന്നാൻ കഴിയല്ലോ. നീ എന്നെ കൊടുക്കുന്നു. ഇതാണ് സന്ദർഭം, ഓടിക്കോ. ഇവിടുന്ന് ഓടാനാ പറഞ്ഞത്. ഓടി രക്ഷപ്പെടാൻ പറഞ്ഞത് നമ്മളെയാണ്, അവരെയല്ല. അതെ ഭായി, താൻ കാര്യം പറഞ്ഞ തീരുന്നതിന് മുൻപ് നമുക്ക് 1 കിലോമീറ്റർ എങ്കിലും നീന്തി കിടക്കാനാകും. എടാ
വേഗം നീന്തി രക്ഷപ്പെടാൻ നോക്ക്. ഇടിച്ച് പൊടിക്കും ഞാൻ. താൻ കരയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിനക്ക് 100 തേങ്ങ തന്നേക്കാം. താൻ അത് കുത്തിയിരുന്ന് പൊട്ടിക്കാൻ നോക്ക്. സംശയണ്ടോ? സംസാരം നടത്ത എന്നിട്ട് വേഗം വാ. വേഗമാകട്ടെ, എനിക്ക് പേടിയാകുന്നു. യെസ് യെസ്, അങ്ങ് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട ഡോൾഫിൻസ് ഞാൻ തന്നിരിക്കും. വേറെന്തെങ്കിലും ഓർഡർ ഉണ്ടേ പറഞ്ഞോളൂ. ഒക്ടോബസ് ഉറപ്പായിട്ടും കിട്ടും. അതെ അതെ, ഞാനുള്ളപ്പോൾ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട പീറ്റർസൺ. അല്ല, ആരുടെ ഫോണായിരുന്നു? പീറ്റർസണിന്റെ ഫോണായിരുന്നു. പീറ്ററിന്റെ സൺ എന്തിനാ നിനക്ക് ഫോൺ ചെയ്യുന്നത്? പീറ്റർ തന്നെ നിന്നെ വിളിച്ചാ പോരായിരുന്നോ? എടാ, അവന്റെ പേര് തന്നെയാ പീറ്റർസൺ, ജോൺ പീറ്റർസൺ. എടാ എന്റെ ഡെമല്ലോ. ഒരു മിനിറ്റ്, നീ ഡെമല്ലോ എന്തിനാ വിളിക്കുന്നേ? ഡിമല്ലോ, ഡിമല്ലോ. എന്റെ പേര് ഡിമല്ലോ എന്നാണ്, ഡിമല്ലോ. ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത്, ഡെമല്ലോ. എടാ കഴുതേ, ഡാ അല്ല, ഡി ഡി ഡിമല്ലോ. ഒന്ന് ശാന്തനാകൂ എന്റെ ഡമല്ലോ. ഒരക്ഷരം വലിയ തെറ്റുള്ളൂ, അതൊരു വലിയ പ്രശ്നമാണ്. ഓ, എന്നെ കളി കയറ്റരുത്. ഞാൻ തന്റെ പേര് മാറ്റി പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? അതെന്താ മനസ്സിലാക്കാത്തെ? ഒരു പേര് മാറ്റി പറഞ്ഞാൽ എന്താ കാര്യമുള്ളത്? ഈ ചെറിയ കാര്യത്തിന് എന്തിനാ ദേഷ്യപ്പെടുന്നത് ഡമല്ലോ? ഡിമല്ലോ. ഞാൻ ഡെമല്ലോ അല്ല, ഡിമല്ലോ ആണ്. ഡിമല്ലോ. ഞാനും അത് തന്നെ പറഞ്ഞത്, ഡമല്ലോ. താൻ ഇനി എന്റെ പേര് തെറ്റിച്ച് വിളിച്ചാൽ ഞാൻ തന്നെ കടലിലേക്ക് വലിച്ചെറിയും. എഴുന്നേക്ക്. സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് പോകാൻ നോക്കാം. നാളെ രാവിലെ നമുക്ക് 2 ഡോൾഫിനെ പിടിക്കണം. കോസ്റ്റ് ഗാർഡ് അലക്ട് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ജോലികളെല്ലാം തീർക്കണം. കൂട്ടുകാരെ, രാത്രി ആയിക്കൊണ്ടിരിക്കുക, നമുക്ക് എവിടെയെങ്കിലും തങ്ങണം. നമുക്ക് അതിനകത്ത് താമസിക്കാം, അതായിരിക്കും സേഫ്. പറഞ്ഞത് കേട്ടല്ലോ, നേരെ അങ്ങോട്ട് പോകാൻ നോക്ക്. ഞാൻ അങ്ങോട്ട് പോകൂല, എനിക്ക് പേടിയാകുന്നു. അത് വളരെ പഴയ കപ്പലാണ്, അതിനകത്ത് ഭൂതമുണ്ടാകും. ഓക്കെ ഓട്ടെ ബായ്, ഇതിനെ ഇവിടെ തന്നെ പാർക്ക് ചെയ്തേക്ക്. നമുക്ക് നീന്തി അവിടെ എത്താം. സംശയമുണ്ടോ? എന്താണ് പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്? ഇത് ഞങ്ങളുടെ ഫ്രണ്ട് ആണ്, അല്ലാതെ ഓട്ടോ അല്ല. അല്ല, ഓട്ടോ ഇദ്ദേഹമാണ്. വാട്സ്ആപ്പ് ഓട്ടോമാന്റെ ഷോർട്ട് നെയിമാ ഓട്ടോ. യോ, അപ്പൊ ഓട്ടോ ബായി അല്ലേ? ഇദ്ദേഹം ഓട്ടോബായ് തന്നെയാണ്. ഇവൻ പറഞ്ഞത് കേട്ടോ, ഓട്ടോബായിയുടെ പേര് ഓട്ടോബായ് അല്ലെന്നാണ് ഇവൻ പറയുന്നത്. എടാ, വായ നടക്കുന്നുണ്ടോ? എന്തിനാ വെറുതെ സമയം കളയുന്നത്? നമ്മൾ വന്ന കാര്യം ചെയ്തു തീർക്കാം, വാ. അവര് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടതാ, അവിടെ ഭൂതമുണ്ട്. വെറുതെ പേടിപ്പിക്കരുത്, എന്റെ സ്വഭാവം മാറി ഞാൻ പറഞ്ഞേക്കാം. ഓ മാൻ, ഇവിടെ ഭൂതമുണ്ട്. വലിയ തലയുള്ള ഭൂതം. സ്ഥലം കാലിയാക്കുന്നതാ ബുദ്ധി. അങ്ങോട്ട് നോക്ക. ആരാണ് നിങ്ങൾ? എന്റെ അമ്മോ, ഭൂതങ്ങളുടെ ഫുൾ ഗ്യാങ് തന്നെ ഉണ്ട് ഇവിടെ. ആരാ നിങ്ങൾ? ഞങ്ങളൊക്കെ വളരെ ദൂരത്തുനിന്ന് വരികയാണ്. എന്റെ പെണ്ണെ വിട്ടേക്ക്. ആ കാര്യങ്ങൾ പറഞ്ഞു തീരുന്നതിന് മുൻപ് ഭൂതം വന്ന കാര്യം ചെയ്തു തീർത്തിട്ട് പോയേക്കാം. ഞങ്ങൾ ഭൂതങ്ങളല്ല, ജലകന്യകയാ. ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരു വലിയ കാര്യത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരി പ്രിറ്റി അന്വേഷിച്ച് വന്നതാണ്. അവളെ ചില വേട്ടക്കാർ പിടിച്ചുകൊണ്ടുപോയി. അവർ തീർച്ചയായിട്ടും ആയുധം വെച്ചിരിക്കുന്നവരായിരിക്കും.
എപ്പോഴും ഡോൾഫിൻ, ഷാർക്ക്, ഒക്ടോപസിനെ പിടിക്കുന്നവരാണ് അവര്. അതെ അതെ, അവർ തന്നെ. പ്ലീസ് അവരുടെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകൂ. രാത്രിയിൽ അങ്ങോട്ട് പോകുന്നത് ആപത്താണ്. രാവിലെ പോകാം. ശരിയെന്നാ ഇപ്പൊ പോയി ഒന്ന് കിടന്നുറങ്ങാം. ഉറങ്ങാൻ പറ്റില്ല. അതെന്താ? കാരണം ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് രാത്രി മുഴുവൻ പാർട്ടിയാണ്. വേഗം വരൂ. Enjoy. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവരെന്തായാലും നല്ല ഡാൻസർ തന്നെയാണ്. ഇങ്ങനെ ഡാൻസ് കളിച്ചാൽ തീർച്ചയായും പലയിടത്തും വന്ന് വീഴും. അതോടെ അവന്റെ പണിയും തീരും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവന്റെ പുറന്തോട് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. എന്റെ പൊന്നെ, നീ എന്തായി കാണിക്കുന്നേ? നിനക്ക് എന്താ സംഭവിച്ചത്? എടാ, എന്താ എനിക്ക് കുടിക്കാൻ തന്നത്? പച്ചമുളക് കൊണ്ടുണ്ടാക്കി ജ്യൂസാണ്. കുടിക്കാൻ നല്ല രസമായിരിക്കും. അത് കൊള്ളാം. എനിക്ക് തന്നേക്ക്. കം ഡാൻസ് വിത്ത് മീ. എടാ, അടിപൊളിയായിട്ടുണ്ട്. നിന്റെ ഡാൻസ് എന്തായാലും കൊള്ളാം കേട്ടോ. താങ്ക് യു ഓട്ടോബായ്, താങ്ക് യു. റാണി, നേരം വെളുത്തിരിക്കുന്നു. നിങ്ങളുടെ വാക്ക് ഓർമ്മയുണ്ടല്ലോ. തയ്യാറായിക്കോളൂ. നിങ്ങളെ ഉടൻ തന്നെ ഞാൻ അവിടേക്ക് എത്തിക്കാം. അവിടെയാണ് അവർ താമസിക്കുന്നത്. ആർ യു ഷുവർ? അതെ, അവരുടെ ബോട്ട് അങ്ങോട്ട് പോകുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ തീർച്ചയായിട്ടും വെറുതെ വിടുകയില്ല. എന്റെ ഭായ്, ഇന്നു മുതൽ ഇനി അവർ ആരെയും തന്നെ പിടിക്കുകയില്ല. നീ പറഞ്ഞത് ശരിയാ. അവന്റെ പണി ഇന്നത്തോടെ തീർക്കണം. താങ്ക് യു സോ മച്ച് റാണി. നിങ്ങൾ എന്തായാലും പോയിക്കോളൂ. ഇനി അവരെ ഞങ്ങൾ നോക്കിക്കോളാം. ബൈ. വാ പോകാം. സൂക്ഷിക്കണം, അവരുടെ ആൾക്കാർ ഇവിടെ ഉണ്ടാകും. എന്റെ ഭായ്, ഇനി എന്തിനാണ് സൂക്ഷിക്കേണ്ടത്? ഇനി ഇങ്ങോട്ട് വന്ന ഇടിച്ച് നിരത്തുക തന്നെ. വേണ്ട, നമ്മൾ അറിയാതെ പോയാ മതി. വൃത്തി എവിടെയാണെന്ന് ആദ്യം നമുക്ക് കണ്ടെത്തണം. വാ, നമുക്ക് പോയി നോക്കാം. ബണ്ണി പറഞ്ഞത് ശരിയാണ്. നമുക്ക് പോയി അവരെ അന്വേഷിക്കാം. അതാ നിൽക്കുന്നു പ്രിറ്റി. സംശയമുണ്ടോ? വേഗം വാ. ഇന്ന് അവന്മാർക്കിട്ട് ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. എന്റെ പെങ്ങൾ എന്തായാലും ഞാൻ തന്നെ രക്ഷിച്ചോളാം. പ്രിറ്റിയെ വെറുതെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഇവിടെ ഇടിയുടെ പൂരമായിരിക്കും.
എടോ ഡെമല്ലോ, പൂരം നടത്തുന്ന കാര്യം താനോട് പറഞ്ഞില്ലല്ലോ. ഈ വൃത്തികെട്ട പൂച്ചയാണ് കടലിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്റെ പേര് ഡിമല്ലോ. എന്താ വേണ്ടതെന്ന് ചോദിച്ചോ. പക്ഷേ പ്രശ്നമുണ്ടാക്കിയാൽ ഇടിച്ചു കൂമ്പ് വാട്ടിക്കാൻ. ഡെമല്ലോ, ഇടിച്ച് പഞ്ചറാക്കാണേ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ടേക്ക്. എന്റെ കൈയുടെ തരിപ്പ് തീർന്നിട്ടില്ല. എടാ എല്ലാരും എവിടെ പോയടാ? അവരെ വിടരുതാ. എത്ര നേരം തല്ലണമെന്ന് വേഗം ഒന്ന് പറഞ്ഞാൽ മതി. ഇവർക്ക് ബോധം പോകുന്നത് വരെ തല്ലിക്കൊണ്ടിരിക്കണം. സംശയമുണ്ടോ? എടോ ഡെമല്ലോ, താൻ എങ്ങോട്ടായി പോകുന്നേ? നിക്കടോ, ഞാനും വരുന്നു. അവനെ ഞാനും ഹണിയും നോക്കിക്കോളാം. എടാ, ഞങ്ങളെ മരുന്നു. സമുദ്രം ഞങ്ങളുടെ ഏരിയയാണ്. സോർദാർ, നിങ്ങൾ ഉടൻ തന്നെ പൃഥ്വിയെ സമുദ്രത്തിൽ കൊണ്ടുപോയിട്. രക്ഷപ്പെട്ടു. എന്താടാ നോക്കി നിൽക്കുന്നത്? അവരുടെ പുറകെ പോ. എടോ, നിന്നെ പറ്റിച്ചിട്ട് ഇവിടുന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ലോ. എടാ ഡെമല്ലോ, മോട്ടോർ ബോട്ടിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാടാ. ഗണ്ണെടുത്ത് വേഗം വെടിവെക്കേ. ഓ എടാ മരമണ്ട, വാട്ടർ ബോട്ടിൽ നിന്ന് വേഗം പുറത്തേക്ക് ചാട്. അവര് വെള്ളത്തിലിറങ്ങി ഓടുന്നു. എന്റെ പൊന്നു ചക്കരെ, ഒന്ന് അനങ്ങി പണിയെടുക്ക. വെക്കടാ വെടി.
എടാ എന്തിനാടാ ഇങ്ങനെ വെടിവെച്ച് കളിക്കുന്നത്? വന്ന് ഫൈറ്റ് ചെയ്യടാ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇവന്മാരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി കാര്യത്തിലേക്ക് ഇറങ്ങോ. ഇവിടെ എന്ത് ചെയ്യാണ്? അതെ ബായ്, ഇങ്ങനെ ഒരു ബായ് പറയാൻ ഞങ്ങൾ മറന്നുപോയി. പെറ്റിയെ വിട്ടതിന് ശേഷം ബായ് പറയാൻ വേണ്ടി വന്നതാ. ഇവരെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നമ്മളെ തള്ളിയാടാ, അത് നമ്മുടെ കണ്ണു വെച്ചായോ? ഞാൻ ടമന്റോ എന്ത് വേണമെങ്കിലും ചോദിച്ചു, പക്ഷെ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. കുറച്ച് പണിയെങ്കിലും പോലീസിന് ചെയ്യാൻ അനുവദിക്കൂ. ഉടൻ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യൂ. യെസ് സർ. നിങ്ങൾ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇവരെന്നെ ഒരു അടിമയാക്കി മാറ്റുമായിരുന്നു. ഓട്ടോബായ് അവരുടെ ഗ്രൂപ്പ് വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. ഓട്ടോബായ് താങ്ക്സ് ഒക്കെ എന്തിനാ പറയുന്നത്? നീ നമ്മുടെ ആളല്ലേ? പക്ഷെ ഇത് എന്റെ പെങ്ങളാണ്. അതെ, ഞാൻ ഹണിയുടെ പെങ്ങളാണ്. ഇനി എന്താ എന്റെ ആങ്ങള ഹണിയാണ്. അതെ, പ്രിറ്റിയും ഞാനും ഒന്നാണ്. ഇടെ ഒന്ന് സെന്റിമെന്റ്സ് മതിയാക്ക്. ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ കരച്ചിൽ വരും, ഞാൻ പറഞ്ഞേക്കാം. ഞാനെന്നാ ഒരു കാര്യം പറയട്ടെ, ഇനി മുതൽ മുന്നിയാണ് ബായിയുടെ പെങ്ങൾ. എനിക്ക് ആങ്ങളെന്റെ ആവശ്യമൊന്നുമില്ല. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ മാനം കെടുത്തുന്നത്? എന്ത് മാനം കെടുത്തിയെന്നാ? ഞാൻ പറയുന്നത് കേക്കട കഴുതേ. പക്ഷെ ഇതുവരെ അങ്ങ് പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെയാ മനസ്സിലാക്കുക? എന്റെ അമ്മോ, ഞാൻ എങ്ങനെ ഇവനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും? ഓട്ടോബോയ്, അവനോടൊന്നും പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി പഞ്ചറാവും. അതെ, ഇവര് രണ്ടുപേരും ബുദ്ധിയുടെ കാര്യത്തിൽ ആങ്ങളെയും പെങ്ങളും തന്നെയാ. സംശയമുണ്ടോ? ദൈവം മറന്നു തന്നെയാണ് ഇവരെ രണ്ടുപേരെയും ഒന്നിപ്പിച്ചത്.